ITI വിജയിച്ചവർക്ക് ഒരു സ്ഥിര ജോലി കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. ഉയർന്ന ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. 30/7/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 2/9/2026 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പറയാൻ പോകുന്നത് അപേക്ഷിക്കുന്ന മെത്തേഡാണ്. 082/2026 എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി അതിന് പാസ്വേഡും അതുപോലെ ലോഗിൻ ID ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനൊരു യൂസർ IDയും പാസ്വേഡും ഉണ്ടാവും. ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാറ്റഗറി നമ്പർ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പേര്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെന്നാണെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഫേയിലോ പോയാൽ അവർ അപേക്ഷിച്ച് തരുന്നതാണ്. സോ ഓൺലൈൻ രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാം. ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കും. നിലവിൽ ഒരു പോസ്റ്റ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വേക്കൻസി വിലയിരുത്തി നിങ്ങൾ ഇതിന് അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. ഇത് നിലവിൽ എക്സിസ്റ്റൻസിലുള്ള വേക്കൻസി മാത്രമാണ്. റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വേക്കൻസി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. PSC ആണ്, അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ പേരിൽ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ട്, താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തേക്കുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏകദേശം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 വർഷത്തെയും അതായത് 45 വരെയും, OBCക്ക് ഏകദേശം 3 വർഷത്തെയും അതായത് 43 വരെയും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി, ട്രാക്സ്മാൻ സിവിൽ ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതാണ് യോഗ്യത. ഇനി ആ യോഗ്യതയില്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് തന്നെ സർവേയർ അല്ലെങ്കിൽ 2 ഇയർ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിൽ ഇതിലേതെങ്കിലും ഈ ഒരു ട്രേഡോ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മുൻഗണന നൽകുമെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ITI പാസ്സായവർക്ക് നല്ലൊരു അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നും അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാൻ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി.